എന്തുവാടാ ഡോക്ടറെ, കൊറേ ടൈം ആയല്ല, നീ എന്തെന്ന് കണ്ടന്റ് ഒന്നും എടുക്കണില്ലേ? ആ പൂക്കി കണ്ടന്റ് എടുക്കണം, പക്ഷേ എല്ലാവരും പോയി ഒറ്റയ്ക്ക് കണ്ടന്റ് എടുക്കാൻ ഒരു മടി, അതന്നെ കണ്ടന്റ് എടുക്കണില്ല എന്ന് വിചാരിച്ചു. ആണോ? അന്ന് നീ എന്നെ ഒന്ന് സഹായിക്കോ? കൊറേ ദിവസമായി ഫുഡ് കഴിച്ചിട്ട് എനിക്ക് 2 മീൻ വറുത്ത് കഴിക്കാൻ തോന്നുന്നു. നീ എനിക്ക് 2 മീനെ പിടിച്ചേരും. അയ്യോ പൂക്കി, നിന്റെ മീനല്ലേ ഞാൻ പിടിച്ചതരല്ലോ. ഞാൻ അല്ലാണ്ട് പിന്നെ നിനക്ക് ആരും മീൻ പിടിച്ചതരാനാ? ഇതേ ഇവിടത്തെ മീനുണ്ട്, ഇത് മതിയോ? അയ്യേ, ആ കുളത്തിലെ മീനാ? എടാ കുളത്തിലെ മീന് കൊള്ളില്ലടാ. എനിക്ക് ഇപ്പുറത്ത് കടലുണ്ട്, ഇവിടെ അടച്ചാൽ നല്ല മത്തീനെ കിട്ടും. എനിക്ക് ആ മത്തി പിടിച്ചേരും. അയ്യേ പൂക്കി, കടലില് മാത്രല്ല മത്തി ഉള്ളത്, ഇപ്പുറത്തുള്ള കുളത്തിലും വലിയ വലിയ മത്തിയോളുണ്ട്. ഞാൻ നിനക്ക് മത്തീനല്ല വേണ്ടത്, ഈ കുളത്തിന് പിടിച്ചരാം. എടാ പോടാ, എനിക്ക് അറിയാട്ടാ. നീ ബാക്കിയുള്ള ആൾക്കാരെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കില്ല. എനിക്കറിയാം ആ കുളത്തിൽ വെറും നാടൻ മീൻ മാത്രമല്ല. എനിക്ക് മത്തീനെ തന്നെ വേണം. നിനക്ക് പിടിച്ചരാൻ പറ്റുമോ ഇല്ലേ? എന്റെ പൂക്കി, നിനക്ക് മത്തിയല്ല വേണ്ടത്, ഞാൻ ഇപ്പൊ തന്നെ പിടിച്ചരാം. വേണമെങ്കിൽ നീ നോക്കോ, അതെ ചൂണ്ടിട്ടിട്ടുണ്ട്. നീ പേടിക്കേണ്ട പൂക്കി, നിനക്കുള്ള മത്തി ഇപ്പം കിട്ടും. ആ പൂക്കി മീൻ കൊത്തിയിട്ടാ, ആ പൂക്കി മത്തീനെ കിട്ടി. ഇത് നാടൻ മത്തിയാണല്ലോ പൂക്കി. നിനക്ക് നാടൻ മത്തി ഇഷ്ടമാണെന്ന് വെച്ചാൽ വേഗം വെള്ളത്തിന് മേലെ കയറി വാ. ഡോക്ടറെ, നീ എന്താ മെജീഷ്യനാണാ? നീ എങ്ങനെ ഇപ്പൊ ഈ കുളത്തുനിന്നൊക്കെ മത്തീനെ പിടിച്ച്? എടാ പോടാ, ഇത് മത്തിയുടെ മണമൊന്നുമല്ല, ഇത് മത്തിയൊന്നുമല്ല, ഇത് വേറെ ഏതോ മീനാ. എന്റെ പൂക്കി, ഇത് മത്തി തന്നെയാണ്. നീ ശരിക്കും ഇങ്ങനെ കയറി വന്ന് നോക്കി, ഇത് മത്തി തന്നെയാണ്. കണ്ട, ഇത് മത്തിയല്ലേ? പോടാ, എനക്ക് ഇത്ര വിശന്ന കാരണം ഞാൻ ചോദിച്ചത്. നീ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ടാ ഞാൻ വിചാരിച്ചില്ല. നീ പോടാ, നീ കള്ളനാ ഡോക്ടറെ. എനക്കൊന്നും വേണ്ട നിന്റെ മത്തി. ഓ നിനക്ക് വേണ്ടേ? അന്ന് ഞാൻ സെയിലാക്കട്ടെ. ഇവിടെ സെയിലിന്റെ ഓപ്ഷൻ ഉണ്ട്, ഞാൻ മീനെ സെയിലാക്കട്ടെ, അവന് പൈസ കിട്ടും. എന്തോ സ്വഭാവ ഡോക്ടറെ. എന്നൊന്ന് സോപ്പ് ഇട്ടിട്ട് ഞാൻ തിന്നില്ലായിരുന്നു. ഇനി എന്നിട്ട് നീ പിണ്ട് വേണ്ട, നിന്റെ അടുത്ത് ഞാൻ പിണങ്ങി. ശരി എന്നാ.